നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 16/1/2026 വെള്ളിയാഴ്ചത്തെ റബ്ബർ വില. റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കൊട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നും വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. ഇന്നും കേരളത്തിൽ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ്. വിശദമായി നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 190 രൂപ, RSS 5 1 കിലോയ്ക്ക് 185 രൂപ, ISNA 20 1 കിലോയ്ക്ക് 168 രൂപ, ലാറ്റക്സ് 60% 131 രൂപ 5 പൈസ. ഇതാണ് കോട്ടയത്തെ വില. ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം. RSS 4 1 കിലോയ്ക്ക് 190 രൂപ, RSS 5 1 കിലോയ്ക്ക് 185 രൂപ. ഇതാണ് കൊച്ചിയിലെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 180 രൂപ, ലോട്ട് 1 കിലോയ്ക്ക് 168 രൂപ മുതൽ 173 രൂപ വരെയും. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRCL ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 125 രൂപ, 60% DRCL ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 93 രൂപ 75 പൈസ. ഇനി അഗർത്തലയിലെ വില നോക്കാം. RSS 4 1 കിലോയ്ക്ക് 182 രൂപ 50 പൈസ, RSS 5 1 കിലോയ്ക്ക് 178 രൂപ 50 പൈസ. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS 1 1 കിലോയ്ക്ക് 200 രൂപ 65 പൈസ, RSS 2 1 കിലോയ്ക്ക് 198 രൂപ 94 പൈസ, RSS 3 1 കിലോയ്ക്ക് 197 രൂപ 36 പൈസ, RSS 4 1 കിലോയ്ക്ക് 196 രൂപ 50 പൈസ, RSS 5 1 കിലോയ്ക്ക് 196 രൂപ 7 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 174 രൂപ, ഫാക്ടറി വില 184 രൂപ. വിശദമായി നോക്കാം. 25% DRC ഉള്ള 200 ലിറ്ററോളുന്ന ബാരലിന് 8700 രൂപ, 30% DRC ഉള്ള 200 ലിറ്ററോളുന്ന ബാരലിന് 10440 രൂപ, 35% DRC ഉള്ള 200 ലിറ്ററോളുന്ന ബാരലിന് 12180 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 182 രൂപ, RSS 5 1 കിലോയ്ക്ക് 177 രൂപ, ISS 1 കിലോയ്ക്ക് 166 രൂപ മുതൽ 166 രൂപ 50 പൈസ വരെയും. ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വിലയെന്ന് പറയുന്നത് 70% DRCL ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 108 രൂപ മുതൽ 119 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 5 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലൂസിൻ്റെ വിലയിൽ 1 കിലോയ്ക്ക് 1.5 രൂപ വർദ്ധിച്ചു. വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ വ്യാപാരി വിലയിൽ RSS 4 5 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ISSൻ്റെ വിലയിലും 1 കിലോയ്ക്ക് 50 പൈസ വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 40 രൂപ മുതൽ 80 രൂപ വരെയും, വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ 308 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ 313 രൂപ, കൊപ്ര എടുത്തപടി 186 രൂപ 50 പൈസ, അടയ്ക്ക പുതിയ തൊഴിലേക്ക് 350 രൂപ, അടയ്ക്ക പഴയ തൊഴിലേക്ക് 360 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയത് 3800 രൂപ, ജാതിക്ക തൊണ്ടൻ 320 രൂപ, ജാതിപത്രി ചുവപ്പ് 1400 രൂപ, ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 500 രൂപ, ജാതിപത്രി മഞ്ഞ 1600 രൂപ, ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1850 രൂപ മുതൽ 2000 രൂപ വരെയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 1900 രൂപ മുതൽ 2050 രൂപ വരെയും, ഗ്രാമ്പു 815 രൂപ, നാടൻ 930 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 600 രൂപ മുതൽ 650 രൂപ വരെയും, ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 250 രൂപ, സെക്കൻഡ് 200 രൂപ, പിണ്ണാക്ക് എസ്പെല്ലർ 41 രൂപ, റോട്ടറി 42 രൂപ, കുരുമുളക് അൺകാർബിൾഡ് 1 കിലോയ്ക്ക് 695 രൂപ, കുരുമുളക് പുതിയ 1 കിലോയ്ക്ക് 685 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 715 രൂപ, ചുക്ക് ബെസ്റ്റ് 300 രൂപ, മഞ്ഞൾ സേലം 155 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 34 രൂപ, പച്ച 32 രൂപ, പഴം 35 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 37,000 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 11,200 രൂപ, കുരുമുളക് വയനാടൻ 680 രൂപ, ചേട്ടൻ 670 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 2000 രൂപ, ഏലം ഉണക്ക കിലോ 2500 രൂപ മുതൽ 2850 രൂപ വരെ, നെല്ല് കിൻഡൽ 2500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 1600 രൂപ. ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം. ചുക്ക് 250 രൂപ, അടയ്ക്ക 325 രൂപ, പുതിയ അടയ്ക്ക 275 രൂപ, കസ്തൂരി മഞ്ഞൾ 110 രൂപ, ഗ്രാമ്പു 750 രൂപ, ജാതി തൊണ്ടൻ 300 രൂപ, ജാതി പരിപ്പ് 625 രൂപ, കച്ചോലം 450 രൂപ, ജാതിപത്രി 1500 രൂപ മുതൽ 2000 രൂപ വരെയും, കുരുമുളക് 670 രൂപ, ഏലക്ക 2000 രൂപ, തേങ്ങ 56 രൂപ മുതൽ 58 രൂപ വരെയും, വിരൽ മഞ്ഞൾ 150 രൂപ, തട മഞ്ഞൾ 140 രൂപ, കൊക്കോ പൊളിച്ചത്
350 രൂപ. കാപ്പിക്കുരു തൊണ്ടൻ 180 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.